23-ാം തീയതി ഞാൻ കവടിയാറിലുള്ള വീട്ടിൽ പോയിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ച് ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരുന്നത്. ആദ്യം കോൾ വന്ന് ഞാൻ എടുത്തില്ല. രണ്ടാമത് കോൾ വന്നു ഞാൻ എടുത്തു. ബിന്ദു ആണെന്ന് ചോദിച്ച് ബിന്ദു ആണെന്ന് പറഞ്ഞ് ഉടനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് സാർ എൻ്റെ കയ്യിൽ ഓട്ടോ വിളിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ ഓമന ഡാനിയൻ്റെ മകളെ വിളിച്ചു, നിഷെ. എന്താണ് ചേച്ചി പ്രശ്നങ്ങളെന്ന് ചോദിച്ചു. മകളെ വിളിച്ചു. എന്താണ് ചേച്ചി പ്രശ്നം ചോദിച്ചു. പറഞ്ഞു ബിന്ദുവിന് 3 ദിവസത്തെ പൈസയുമായി മമ്മി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, ബിന്ദു ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല, അത് എനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചെല്ല് എന്നാണ് നിഷ എന്നോട് മറുപടി പറഞ്ഞു. ഞാനത് പ്രകാരം ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SIയുടെ അടുത്ത് ഈ ഓമന ഡാനിയലും മകളും ഇരിക്കുകയാണ്. ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ ഇവർ 2.5 പവൻ്റെ മാല ബിന്ദു എടുത്തു. ഞാൻ പറഞ്ഞു സാർ ഞാൻ എടുത്തിട്ടില്ല. മേഡത്തിനോട് ചോദിച്ചു, മേഡം എന്താണ് പ്രശ്നം? അത് എൻ്റെ മാല ബിന്ദു എടുത്തു, എൻ്റെ മാല തിരിച്ച് തരണം, ബിന്ദു അല്ലാതെ വീട്ടിലാരും ജോലിക്ക് വന്നിട്ടില്ല എന്നോട് മറുപടി പറഞ്ഞു. ഉടനെ എന്നെ ഒരു വനിതാ പോലീസിനെ വിളിച്ചു. എന്നെ റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ടോപ്പും എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു. അപ്പോഴും മാല കിട്ടിയില്ല. എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചു, എന്നിട്ടും മാല കിട്ടിയില്ല. അതിനുശേഷം വേറൊരു പോലീസിനെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു. എന്നിട്ട് തിരിച്ച് SIയുടെ റൂമിൽ വന്നു. SIയുടെ റൂമിൽ വന്നപ്പോൾ SI എന്നെ മാറി നില്ലടി എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞങ്ങൾ പേടിച്ചു പോയി. ഇച്ചിരി ചീത്ത വിളിച്ചതിന് ശേഷം വീണ്ടും ഇപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി എന്നെ പോലീസ് എന്ന് വെച്ചാൽ ഒത്തിരി പേരൊക്കെ നിരന്നിരിക്കാൻ ഭയങ്കര മറ്റങ്ങ് ചോദ്യം ചെയ്തു. ഞാൻ അവിടെ അങ്ങ് തകർന്നു പോയി. കാരണം ഒരു മുഴക്കും പോലെ എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ മാലയിടുന്നങ്ങ് പറഞ്ഞപ്പോൾ ഞാനങ്ങ് അവിടെ ഞങ്ങൾ തകർന്നു പോയി. അതിന് പിന്നെ പിടിച്ചു നിന്നു. അതിനുശേഷം ഒരു 8:30 കൂടി എന്നെ ഈ ഓമന ഡാനിയൻ്റെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ മാല കാണുന്നതിന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നത്. വീട്ടിൽ പോയാൽ കിട്ടുമെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ആ പ്രകാരം എന്നെ ഇവിടെ രാത്രി 8:30 കൂടി കൊണ്ടുവന്ന് ഇതിനിടയ്ക്ക് ഞാൻ ഈ ചെല്ലുന്ന സമയത്ത് തൊട്ട് എൻ്റെ വീട്ടുകാരെന്നെ വിളിക്കുക. പക്ഷേ ഈ പോലീസുകാർ എൻ്റെ വീടുമായി ബന്ധപ്പെടാനൊരു സമ്മതിച്ചില്ല. എൻ്റെ ചേട്ടനും എൻ്റെ മക്കളെ ആരെ വിളിക്കാനും ഈ പോലീസുമാർ ആരും സമ്മതിച്ചില്ല. അത് പ്രകാരമാണ് എനിക്ക് ഓമന ഡാനിയൽ പറഞ്ഞ പ്രകാരം എന്നെ ഇവിടെ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് അവരെല്ലാവരും എന്നെ കാണാതെ ഓടി നടക്കുന്നത്. എൻ്റെ ചേട്ടനായാലും ചേച്ചിയുടെ മക്കളായിരുന്നാലും എല്ലാവരും ഓടിപ്പാഞ്ഞ് നടക്കുക എന്നെ കാണാതെ. ഇവിടെ വന്നപ്പോൾ എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല ഇവിടെ വന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ പനൂര് പോയിട്ട് എന്നെ കാണാത്തോണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവിടെ 4 പേര് യൂണിഫോത്തിലല്ലായിരുന്നു വന്നത്. ഈ ഓമന ഡാനിൻ്റെ കാറിലാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് നാട്ടുകാരെല്ലാവരും എന്നെ കണ്ട സംഗതി എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. കൊണ്ടുവന്നു. പോലീസ് യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലായില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ചേട്ടൻ ഉടനെ കസേരയൊക്കെ പറക്കിട്ട് കൊടുത്തു അവർക്ക് ഇരിക്കാൻ. ആരാണെന്ന് ചേട്ടൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു നമ്മൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതുവരെ മാല മോഷ്ടിച്ചു അങ്ങനെ എന്ന് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല. എൻ്റെ മോളും പറഞ്ഞു എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഉടനെ എന്നെ അങ്ങ് ഇറങ്ങി എന്നെ കാറിലും കൊണ്ടുപോയി. ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കൾ ഓട്ടോയിലും ഒന്ന്. ഈ കാർ കൊണ്ടുപോകുന്ന സമയത്താണ് എന്നെ ഒരു പോലീസ് തന്നെ ഭയങ്കരമായിട്ട് എന്നെ ചീത്ത വിളിക്കുന്നത്. ഇവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. വനിതാ പോലീസും ഉണ്ടായിരുന്നു, ഒരു ആംബുലൻസും. ഇവർ 3 പേരും ഒന്നും മിണ്ടിയില്ല. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ കേട്ടിട്ടില്ലാത്ത ചീത്ത. അത് ലോകത്ത് ഒരു മനുഷ്യനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനുള്ള ചീത്തയല്ല. അത്രമാത്രം എന്നെ ചീത്ത വിളിച്ചു. അതിനുശേഷം അവിടെ ചെന്ന് 9:30 കൂടി സ്റ്റേഷനിലെത്തി അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നിട്ട് എന്നെ വീണ്ടും റൂമിൽ കൊണ്ടുപോയി എന്നെ 4 പേരായിട്ട് എന്നെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് എന്നെ ചീത്ത പറഞ്ഞ പോലീസുകാരെ എന്നെ അടിക്കാനായി ഓടിക്കൊണ്ട് വന്നത്. ഞാനിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തടുത്തു. പേരെ അറിയത്തില്ല. ആളിനെ കണ്ടാൽ അറിയാം. ഇത്തിരി നല്ല സൈസൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ പേരൊന്നും ആ സമയത്ത് ഓർക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിനുശേഷം ഇയാൾ അപ്പോൾ തന്നെ ഇയാൾ ബാഗ് കൊടുത്തിട്ട് ഇളങ്ങിപ്പോയി.
ഞാൻ പിന്നെ ഇറങ്ങുന്ന സമയം വരെ ആ സ്റ്റേഷൻ്റെ അകത്ത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല. വന്നെങ്കിൽ ഒന്നുകൂടെ അങ്ങനെ മുഖം ഇന്നലെ ആളിനെ കണ്ടാൽ എനിക്ക് അറിയാം. അതിനുശേഷമാണ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ എന്നെ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ആത്മഹത്യയിലേക്ക് ചെയ്യണമെന്ന് ഞാൻ അവിടുന്ന് ഉറപ്പിച്ചതാണ്. ചെയ്യുമെന്ന് ഞാനത് ഉറപ്പിച്ച് തന്നെയാണ് അവിടുന്ന് ഇറങ്ങിയത്. കാരണം അത്ര മനുഷ്യനായിട്ടുള്ളവരാരും പറയാത്തൊരു ഇതാണ് ആ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്നെ പറഞ്ഞു. അന്നത്തെ ദിവസം എനിക്ക് ഭക്ഷണമോ വെള്ളമോ അവിടുന്ന് തന്നിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളത്തിന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. വെള്ളം വേണമെന്ന് പറയുമ്പോൾ ബാത്റൂമിൽ ബക്കറ്റുണ്ട്, പോയി കോരി കുടിക്കാനാണ് ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്ന സാറ് എന്നോട് പറഞ്ഞത്. വെള്ളം കുപ്പികളിൽ വെള്ളം മേശപ്പുറത്തിരിക്കണോ. ഞാൻ വെള്ളത്തിന് കൊതിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. വെള്ളം എവിടെ ഇരിക്കണം പറഞ്ഞാൽ ഞാൻ പോയി എടുത്തെങ്കിലും കുടിച്ചിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വെള്ളം ദാഹിച്ചിട്ട് വയ്യ, വെള്ളം ബാത്റൂമിൽ ബക്കറ്റുണ്ട്, പോയി എടുത്താൽ പോയി കൊടുത്ത് കുടിയെന്ന് പറഞ്ഞു. ഞാൻ പോയി, പക്ഷെ ഞാൻ കുടിച്ചില്ല. ബാത്റൂമിൽ പോയി ഞാൻ കുടിച്ചില്ല. ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ചിഞ്ഞ് കസേരയിൽ വന്നിരുന്നിട്ടാണ് 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. ഈ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇച്ചിരി അങ്ങോട്ട് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ടു തന്നു. ഞാൻ ഇച്ചിരി കിടക്കുമ്പോൾ തന്നെ വന്ന് വിളിച്ച് ഇതേപോലെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ പറഞ്ഞു കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കും, എൻ്റെ മക്കളെയും കേസിൽ എന്നെയും കൊണ്ടുപോകണതിൻ്റെ പിറകെ എൻ്റെ മക്കളെയും കൊണ്ടുവരും, എൻ്റെ ഭർത്താവിനെയും കേസിൽ ജയിലിൽ അടയ്ക്കും, മക്കൾക്ക് അവിടെ സുഖജീവിതമാണ്, അല്ലെങ്കിൽ എന്നെ ജയിലിൽ കിടന്ന് 3-3.5 വർഷം കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ എൻ്റെ സമൂഹം അംഗീകരിക്കില്ല, എൻ്റെ മക്കൾ എന്നെ അംഗീകരിക്കില്ല, എൻ്റെ നാട്ടുകാർ എന്നെ അംഗീകരിക്കില്ല, എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വല്ലാതെ എന്ന് വെച്ചാൽ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അത് ചെയ്യുമെന്ന് ഞാൻ അവിടെ വെച്ച് ഉറപ്പിച്ചതാണ്. പിന്നെ ഞാൻ കുറേ നേരം ആലോചിച്ചെന്നറിയാം. ആത്മഹത്യ ചെയ്യാൻ ആൾക്കാർ വിചാരിക്കും ഞാൻ എടുത്തു, അതെൻ്റെ മക്കൾ, ഞാൻ മറിച്ച് എൻ്റെ മക്കൾ അനാഥയാവും. വർദ്ധിച്ചില്ല, പക്ഷേ അടിക്കാനായി ഈ പോലീസുകാരെ ഓടിക്കൊണ്ട് വന്നു. അങ്ങനെയൊന്നുമില്ല, ഇല്ല. അങ്ങനത്തെ 3 ദിവസത്തെ പരിചയമേ ഉള്ളൂ. 3 ദിവസമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. 14-ാം തീയതി, 16-ാം തീയതി, 19-ാം തീയതി. പിന്നെ അവിടെ ഞാൻ പോയിട്ടില്ല. പിന്നെ പിറ്റേ ആഴ്ച പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിറ്റേ തിങ്കളാഴ്ച തൊട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മാല കിട്ടി. ഞാൻ സ്റ്റേഷനിൽ നിന്ന് അതിന് മുമ്പ് വെളുക്കുന്നതിന് മുന്നേ ഞാൻ 3:30 ചോദ്യം ചെയ്ത് ശേഷം എന്നെ ഉറങ്ങാനൊന്നിനും താമസിച്ചില്ല. വെള്ളമില്ല, എങ്ങനെ സഹിച്ചവിടെ കിടന്നു. അതിനുശേഷം ഒരു 7 മണിയോടുകൂടി ഈ അമ്മയും ഈ ഓമനയുടെ മകളും ഓടിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടു. ഓടിക്കൊണ്ട് സ്റ്റേഷനിൽ SIയുടെ അടുത്ത് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു വെളിയിലിറങ്ങിയത്. അപ്പോഴും എന്നെ SI അതിനിടയ്ക്ക് എൻ്റെ ചേട്ടൻ വന്നു. ചേട്ടൻ SIയെ കണ്ടു. SIയെ കണ്ടപ്പോൾ ചേട്ടനും പൊട്ടി കരഞ്ഞുണ്ടെങ്കിൽ വെളിയിറങ്ങുമ്പോൾ ഞാൻ പേടിച്ചു പോയി. കൊണ്ടുപോകുമോ എന്തായിരുന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഭയന്ന് പോയി, വല്ലാതെ അങ്ങ് തകർന്നു പോയി. ചേട്ടന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചിട്ട് ഒന്നും വേണ്ടിയില്ല. ഉടനെ ചേട്ടൻ അതുപോലെ കാപ്പി വായിക്കാൻ അങ്ങ് റോഡിലിറങ്ങി അങ്ങ് പോയി. പേറുകട അങ്ങ് പറഞ്ഞ കാപ്പി വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ചെന്തെന്ന് വെച്ച് പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം SI വിളിച്ചു. SI വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പം ഈ ഓമനാണ്ടാലും മകളും അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സാധനം പറഞ്ഞാൽ ബിന്ദുവിനെ വെറുതെ വിടുകയാണ്, കേസൊന്നുമില്ല, ബിന്ദുവിൻ്റെ മക്കളെ ഓർത്ത് ബിന്ദുവിനെ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി സമയം വായിച്ച് ഒറ്റ നോക്കിയപ്പം പേപ്പറിന് മേശപ്പുറത്തിരിക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് SI പറഞ്ഞ് വെളിയിൽ പോയിരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിയിൽ പോയിരുന്നു. അപ്പോഴാണ് ഈ പൈസ ഞാൻ മേടിക്കുന്നത്. ഇവരെ കയ്യിൽ നിന്നും ഈ 1500 രൂപ ഞാൻ അവരെ കയ്യിൽ നിന്നും ഞാൻ ജോലി ചെയ്ത കഷ്ടപ്പെട്ട പൈസ ഞാൻ മേടിക്കും. തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചെങ്കിലും മേടിക്കുമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. ആ പൈസ കൊണ്ടുവന്നാണ് നമ്മൾ ഇവിടെ അമ്പലം ഇവിടെ വന്ന് നമ്മൾ ആഹാരം വാങ്ങിച്ച് കഴിക്കുക. എനിക്ക് വയറ് നിറച്ച് വാങ്ങിച്ച് തന്നും എനിക്ക് കഴിക്കാൻ വയ്യ. വെച്ചാൽ അങ്ങ് വിശപ്പൊക്കെ ഒന്നുകൂടെ എനിക്ക് വിശപ്പൊന്നുമില്ല. വിശപ്പൊക്കെ അങ്ങ് പോയി. മനസ്സ് തകർന്നവരോട് വിശപ്പും താവമൊക്കെ അങ്ങ് പോയി. അതിനുശേഷം വെളിയിലിറങ്ങി അവിടെ ഇരുന്നപ്പോൾ SI വന്നിട്ട് പറഞ്ഞ് എനിക്കൊരു കാര്യം പറയണ്ടെന്ന് വെച്ചു. ഞാൻ എന്ത് സാറെന്ന് ചോദിച്ചാൽ അത് ഈ അമ്പലമുക്കോ കവടിയാറോ ഭാഗത്ത് എന്നെ കണ്ടു പോകരുത്, എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പൊക്കോളണം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് വെളിയിൽ വന്നിരുന്നപ്പോൾ ഫോണ് SI വാങ്ങിച്ച് ഇവരെ കൈ കൊടുത്തപ്പോൾ ഫോൺ അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ചോദിച്ചു, സാറേ എനിക്ക് ഫോൺ തരണം. സാറൊന്നും ലാസ്റ്റ് ഞാൻ പോയി ചോദിച്ചു. ആ ഫോൺ മേടിച്ച് ഫോൺ കൈമാറിയത് എഴുതി ഒപ്പിട്ടിട്ട് പൊക്കോ എന്ന് പറയും. എന്നെ ഒരാൾ ജാമ്യത്തിലല്ല അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുന്നത്.
ഫോൺ പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോൻ വന്നു, അവൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തു. പേരെന്നു ചോദിച്ചാൽ പേരും അവിടെ എഴുതി വയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു ആൾ ജാമ്യത്തിലോ ഒന്നിലുമല്ല എന്നെ ഇവിടേക്ക് കേസില്ല എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടിരിക്കുന്നത്. അവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ നാത്തൂനും നാത്തൂൻ്റെ ഭർത്താവും എല്ലാവരും കൂടി വന്ന് നമ്മളിന്ന് റോഡിന് വെളിയിൽ അവരെ കാമ്പൗണ്ട് കടന്നഞ്ഞ് വെളിയിൽ വന്നപ്പോൾ ചേട്ടൻ പറയുന്നത് അവർക്ക് മാല കിട്ടിയെന്ന്. നമ്മൾ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അത് ഒരു റിട്ടയർഡ് പോലീസുകാർ പറഞ്ഞു മാല കിട്ടിയെന്ന് പറഞ്ഞു.